everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ പല സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ വെർബിന്റെ 3 ഫോംസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഏതൊക്കെയാണ് വെർബിന്റെ 3 ഫോംസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ബേസ് ഫോം, സെക്കൻഡ് വൺ സിമ്പിൾ പാസ്റ്റ് ആൻഡ് ദ തേർഡ് വൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈ ബേസ് ഫോമിനെ നമുക്ക് V1 എന്നും സിമ്പിൾ പാസ്റ്റിനെ V2 എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നമുക്ക് V3 എന്നും വിളിക്കാം. ഓക്കെ, ഞാൻ ഇനി നിങ്ങൾക്ക് രണ്ട് വേർബ്സ് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ 2 വേർബ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ക്ലീൻ. ഈ വേർബ് നമ്മൾ എങ്ങനെ സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കും? ക്ലീൻ എന്നുള്ള വേർബ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കണമെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ED ആണ്. ക്ലീൻ, ക്ലീൻഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് വരുമ്പോഴോ ക്ലീൻഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആക്കാനും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാനും നമ്മൾ എന്താ ആഡ് ചെയ്തത്? ED ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് വേർബ്സിനാണോ സിമ്പിൾ പാസ്റ്റ് ആക്കാനും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാനും ED ആഡ് ചെയ്യുന്നത് ആ വേർബ്സിനെയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വേർബ് എങ്ങനെയായത്? ക്ലീൻ, ക്ലീൻഡ്, ക്ലീൻഡ്. മനസ്സിലായില്ലേ? ഇനി വേറൊരു വേർബ് റൈറ്റ്, എഴുതുക എന്നാണ് അർത്ഥം. ഇതെങ്ങനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കുക? റൈറ്റ് എന്നുള്ള വേർബ് സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ റൈറ്റഡ് എന്നാണ് ആവുന്നത്? അല്ല, റൈറ്റ്, റോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സിന്, അതായത് ഇവിടെ കണ്ടോ സിമ്പിൾ പാസ്റ്റും ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറെൻ്റ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഏത് വേർബിനാണ് നമ്മൾ ED ആഡ് ചെയ്യുന്നത്, അതായത് സിമ്പിൾ പാസ്റ്റിലും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലും എവിടെയാണ് നമ്മൾ ED ആഡ് ചെയ്യുന്നത് ആ വേർബ്സ് ആണ് നമ്മൾ റെഗുലർ വേർബ്സ്. അപ്പൊ ബാക്കിയുള്ള വേർബ്സ് എന്താണ്? ഇറെഗുലർ വേർബ്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ, നമ്മൾ യൂസ് ചെയ്ത ഓരോ വേർഡ്സും ഡിഫറെൻ്റ് ആണ്. അതായത് സിമ്പിൾ പാസ്റ്റ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും ബേസ് ഫോം ആയാലും ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില വേർബ്സ് ഉണ്ട്, അതായത് ബേസ് ഫോമും സിമ്പിൾ പാസ്റ്റും അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വേർബ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറെഗുലർ വേർബ്സ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ED അല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഇറെഗുലർ വേർബാണ്. എക്സാമ്പിൾ പുട്ട്, പുട്ട്, പുട്ട്. സെറ്റ്, സെറ്റ്, സെറ്റ്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. കട്ട്, കട്ട്, കട്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ പലവരും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഓരോ വേർബ്സിൻ്റെയും സിമ്പിൾ പാസ്റ്റ് അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒക്കെ എങ്ങനെ പഠിക്കുമെന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 97% വേർഡ്സും എന്താണ്? റെഗുലർ വേർബ്സ് ആണ്. അതായത് നമ്മൾ ED ആഡ് ചെയ്താൽ എന്തായി? പാസ്റ്റ് സിമ്പിൾ പാസ്റ്റൻസും ആയി, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 3% എന്താണ്? ഇറെഗുലർ വേർബ്സ് ആണ്, അതായത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ആ 3%ലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50 above ഇറെഗുലർ വേർബ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ റെഗുലർ വേർബ്സ് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ED ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇറെഗുലർ വേർബ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇറെഗുലർ വേർബ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്ത വേർബാണ് റൈറ്റ് എന്നുള്ളത്. സിമ്പിൾ പാസ്റ്റ് ആയപ്പോ റോട്ട് എന്നായി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയപ്പോ എന്തായി? റിട്ടൺ എന്നായി. അപ്പൊ ഇവിടെ ഞാൻ ഓരോ വേർബിന്റെ അർത്ഥം അടിയിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം വരുന്നത്. റോട്ട് എന്ന് പറഞ്ഞാലോ എഴുതി. റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതി എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും എപ്പോഴാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യാന്ന്. അപ്പൊ അതിനുള്ളൊരു ക്ലാരിറ്റി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പോൾ ടെൻസസിന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് എൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എഴുതിയത് എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താ വന്നത്?
ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ അവിടെ വരുന്നത് ഏതാണ്? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നിങ്ങൾ ടെൻസസിന്റെ ക്ലാസ് കാണാത്ത ഒരാളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും ഒരു സെന്റൻസിൽ വരാം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഓർ ഹാഡ് അല്ലെങ്കിൽ വിൽ ഹാവിന്റെ കൂടെ ആയിരിക്കും എന്ത് വരാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാം. മനസ്സിലായില്ലേ? ടെൻസസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് ടെൻസിലാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അത് തന്നെയാണ് ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ വിൽ ഹാവിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. അവൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഷീ ഹാസ് റിട്ടൺ ദി നോട്ട്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ കണ്ടോ, റിട്ടൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഏത് വേർബിന്റെയാണ്? റൈറ്റിന്റെ. അതായത് റൈറ്റ്, റോട്ട്, റിട്ടൺ. അത് നമ്മൾ പഠിച്ചു. വേറൊരു എക്സാമ്പിൾ, ഞാൻ മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ ഹാവ് ടേക്കൺ ദി മാംഗോ. അപ്പോ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടേക്കൺ എന്ന് പറയുന്നത് ടേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോ ടേക്ക്, ടുക്ക്, ടേക്കൺ എന്നാണ്. അവൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഹാഡ് ഗോൺ ടു ദ പാർക്ക്. അപ്പൊ ഇവിടെ ഗോൺ എന്ന് പറയുന്നത് ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതായത് ഗോ, വെന്റ്, ഗോൺ. അപ്പൊ ഈ സെന്റൻസുകളിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? നമ്മൾ ഹാസും ഹാവും ഹാഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ V3 യൂസ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ വേറെ എപ്പോഴൊക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പാസീവ് വോയിസിൽ, അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാനിത് മനസ്സിലാക്കാൻ പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ പിക്ചർ വാസ് ടേക്കൺ ബൈ ജോൺ. അപ്പൊ ഇവിടെ പിക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോ ആണ്. ഫോട്ടോ ആരെടുത്തു എന്നാണ് പറയുന്നത്? ജോൺ. അപ്പൊ ഇവിടെ ദ പിക്ചർ വാസ് ടേക്കൺ ബൈ ജോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ടേക്കിന്റെ V3 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ടേക്ക്, ടുക്ക്, ടേക്കൺ. മനസ്സിലായില്ലേ? അപ്പൊ ടേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടേക്കൺ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? പിക്ചർ ജോണിനാലാണ് എടുക്കപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. പിക്ചർ ജോണിനാലാണ് എടുക്കപ്പെട്ടത്. ദ പിക്ചർ വാസ് ടേക്കൺ ബൈ ജോൺ. ഇങ്ങനെ പറയാനും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? പാസീവ് വോയിസിലും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വേറെ എപ്പോഴാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ എഴുതപ്പെട്ട പ്രമാണം, ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? റിട്ടൺ ഡോക്യുമെന്റ് എന്നാണ് പറയാ. അപ്പൊ ആ ഡോക്യുമെന്റ് എന്താണ്? എഴുതപ്പെട്ടതാണ്, അതായത് റിട്ടൺ ആണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക എന്ന്? അപ്പൊ ഞാനിവിടെ ഒരു വേർബ് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാ ദിവസവും ഒരു 10 എണ്ണം വെച്ച് പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വിൻ, വൺ, വൺ. ലൂസ്, ലോസ്റ്റ്, lost. Where, wore, worn. Make, made, made. Understand, understood, understood. Think, thought, thought. Tell, told, told. Mean, meant, meant. Teach, taught, taught. Take, took, taken. Meet, met, met.
pay, paid, paid. Run, ran, run. Say, said, said. See, saw, seen. Sell, sold, sold. Send, sent, sent. Sit, sat, sat. Speak, spoke, spoken. Stand, stood, stood. Feel, felt, felt. Find, found, found. Get, got, got. Give, gave, given. Go, went, gone. Have, had, had. Hear, heard, heard. Hold, held, held. Keep, kept, kept. Know, knew, known. Leave, left, left. Lead, led, led. Lie, lay, lain. Eat, ate, eaten. Drive, drove, driven. Draw, drew, drawn. Do, did, done. Come, came, come. Choose, chose, chosen. Build, built, built. Buy, bought, bought. Bring, brought, brought. Break, broke, broken. Begin, began, begun. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത വേർബ്സ് ഇല്ലേ, അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിലൂടെയാണ് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതിൽ വരുന്ന വേർബ്സുകൾ ചിലതൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ മാർക്ക് ചെയ്തേക്കണ കണ്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വേർബ് എന്ന് പറയുന്നത് ലൂസസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താണ്? ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. സെക്കൻഡ് വേർബ് ഏതാണ്? സെൻറ്റ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെൻറ്റ്, സെൻറ്റ്, സെൻറ്റ്. തേർഡ് വേർബ് ഏതാണ്? കട്ട്. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ? കട്ട്, കട്ട്, കട്ട്. നെക്സ്റ്റ് വേർബ് സെഡ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സേ, സെഡ്, സെഡ്. നെക്സ്റ്റ് വേർബ് സെർവ്. 3 ഫോംസ് ഏതായിരിക്കും? സെർവ്, സെർവ്ഡ്, സെർവ്ഡ്. ഇതൊരു റെഗുലർ വേർബാണ്. നെക്സ്റ്റ് വേർഡ് പ്ലാൻ. പ്ലാൻ, പ്ലാന്റ്, പ്ലാന്റ്. നെക്സ്റ്റ് വേർബ് caused. Cause, caused, caused. Left. ഇത് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. റിസീവ്. റിസീവ്, റിസീവ്ഡ്, റിസീവ്ഡ്. ഇതൊക്കെ റെഗുലർ വേർബ്സ് ആണ്. കമാൻഡ്സ്. കമാൻഡ്, കമാൻഡഡ്, കമാൻഡഡ്. എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റ്, എക്സ്പെക്റ്റഡ്, എക്സ്പെക്റ്റഡ്. കണ്ടക്റ്റഡ്, കണ്ടക്റ്റ്, കണ്ടക്റ്റഡ്, കണ്ടക്റ്റഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് വായിക്കുമ്പോഴും ഇതുപോലെ വേർബ്സൊക്കെ ശ്രദ്ധിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതുപോലെ 3 ഫോംസ് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.